ഹായ്, ഞാൻ രാജി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓർക്കിഡ് പൂക്കളെ ഇഷ്ടമുള്ളവർ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നമ്മൾ കഴിഞ്ഞ ഒരു 10 ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ ഓർക്കിഡിന് ഒരു ഫെർട്ടിലൈസർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വീണ്ടും നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് ഒരു ഫെർട്ടിലൈസർ കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫെർട്ടിലൈസർ എന്താണെന്ന് അറിയാനായിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കുന്നത് ഒരു കെമിക്കൽ ഫെർട്ടിലൈസറാണ്. ഗ്രീൻ കെയറിൻ്റെ 13-27-27 എന്ന റേഷ്യോ വരുന്ന ഈ ഒരു ഫെർട്ടിലൈസറാണ്. ഗ്രീൻ കെയറിൻ്റെ തന്നെ ഗ്രോത്തിൻ്റെ ഫെർട്ടിലൈസറിന് ഒരു ഗ്രീൻ കളറായിരിക്കും. അതുപോലെ ഫ്ലവറിങ്ങിൻ്റെ ഫെർട്ടിലൈസർ ആണെങ്കിൽ ഈ ഒരു യെല്ലോ കളറാണ്. ആ ഒരു ബോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു ഫെർട്ടിലൈസറിനുള്ളത്. ഇത് നമ്മൾ 4 ഇരട്ടി വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂടി എടുക്കുക. ഇപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഒരു കൊടുക്കുന്ന റേഷ്യോ ചോദിക്കാറുണ്ട്. അങ്ങനെ ഞാൻ കറക്റ്റായിട്ടൊരു റേഷ്യോയിൽ എടുക്കാറില്ല. അതാണ് ഇതിൽ ഞാൻ പ്രത്യേകിച്ച് പറയാത്തത്. കാരണം നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം, എല്ലാവരും കൈയളവിലാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ കൂടിപ്പോവാതിരിക്കാൻ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓർക്കിഡ് പ്ലാന്റ്സിന് എപ്പോഴും നല്ല രീതിയിൽ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് ശേഷം മാത്രം കൊടുക്കുക. ഇനിയിപ്പോൾ കുറഞ്ഞു പോയി എന്ന് കരുതിയിട്ട് പ്ലാന്റ്സിന് യാതൊരു പ്രശ്നവും വരത്തില്ല, പക്ഷേ കൂടിപ്പോകരുത്. അപ്പോൾ അതുകൊണ്ട് എത്രയും നന്നായിട്ട് നേർപ്പിച്ച് കൊടുക്കാൻ പറ്റുമോ ആ രീതിയിൽ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത ശേഷം കൊടുക്കുക. ഈ ഒരു പ്ലാന്റൊക്കെ കണ്ടില്ലേ, നല്ല രീതിയിൽ ഇപ്പോൾ ഫ്ലവർ ആവാൻ ടൈമായി നിൽക്കുന്ന പ്ലാന്റുകളാണ്. ഇതൊക്കെ ചെറിയ പ്ലാന്റ് എന്ന് കരുതി ഇതെല്ലാം മിനിയേച്ചർ ടൈപ്പുകളാണ്, കോമ്പാക്റ്റം വെറൈറ്റീസാണ്. അതുകൊണ്ടാണ് പ്ലാന്റ് ചെറുതായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഇതൊക്കെ ഡെൻഡ്രോബിയത്തിൽ തന്നെ കിങ് ഡ്രാഗൺ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു കിങ് ഡ്രാഗൻ്റെ ഒരുപാട് വെറൈറ്റീസ് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അതൊരു 2-3 ഫ്ലവർ ആണെങ്കിൽ തന്നെ നമ്മുടെ ഗാർഡനിൽ നിറഞ്ഞു നിൽക്കും. നമ്മൾ ചെറിയ ഫ്ലവേഴ്സിനേക്കാളും ഏറ്റവും ഭംഗിയുള്ള പൂക്കളാണ് കിങ് ഡ്രാഗണിൽ വരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒരു 2-3 വെറൈറ്റീസ് ഉണ്ട്. അതൊക്കെ ഒരു ഫ്ലവർ ആയിക്കഴിഞ്ഞാൽ ഫ്ലവർ ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്ലവേഴ്സൊന്നും ഉണ്ടാകാറില്ല. ഒരു 2-3 ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവാറുള്ളൂ. പക്ഷേ അത് നല്ല വലിപ്പമുള്ള ഫ്ലവേഴ്സ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടവും ഉള്ള ഒരു വെറൈറ്റിയാണ് ഡെൻഡ്രോബിയത്തിൻ്റെ കിങ് ഡ്രാഗൺ. ഇതെല്ലാം നമുക്ക് കുറച്ച് നാൾ മുന്നേ തന്നെ വിരിഞ്ഞ് നിൽക്കുന്ന ഡെൻഡ്രോബിയം വെറൈറ്റീസാണ്. ഇപ്പോൾ ഇത്രയും നാളായിട്ടും അതൊന്നും കൊഴിഞ്ഞു പോയിട്ടില്ല. ഇപ്പോൾ ഒരുപാട് ബഡ്ഡുകളും അതുപോലെ ഫ്ലവേഴ്സും ഒക്കെ വരുന്നുണ്ട്, അതുപോലെ വരാറായതുകൊണ്ട്. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് മഞ്ഞുകാലമാണ്. അപ്പോൾ ഈ ഒരു മഞ്ഞുകാലമാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ഓർക്കിഡ് പ്ലാന്റ്സിന് നല്ലത്. നിറച്ച് ബഡ്ഡുകളൊക്കെ വരാനും നിറച്ച് പൂക്കളൊക്കെ ഉണ്ടാകാനും പറ്റിയ ഒരു ടൈമാണിത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെന്താണ് മെച്ചൂർ പ്ലാന്റ്സൊക്കെ ഉള്ളവർ നല്ല രീതിയിൽ ഇപ്പോൾ ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർക്കിഡിൽ നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാകും. അതുപോലെ സീഡ്ലിങ്സൊക്കെ ഉള്ളവരാണെങ്കിൽ അത് വളർത്തിയെടുക്കാനായിട്ട് ഗ്രീൻ കെയറിൻ്റെ ഗ്രോത്തിൻ്റെ ഫെർട്ടിലൈസർ കൊടുക്കാം. ഒരിക്കലും സീഡ്ലിങ്സിന് നിങ്ങൾ ഫ്ലവറിങ്ങിൻ്റെ ഫെർട്ടിലൈസർ കൊടുക്കരുത്. ഗ്രോത്തിൻ്റെ ഫെർട്ടിലൈസർ മാത്രം കൊടുത്ത് ഇപ്പോൾ നന്നായിട്ട് വളർത്തിയെടുക്കാനും പറ്റിയ ഒരു ടൈം കൂടിയാണ്. ഇപ്പോൾ എല്ലാവരും ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലുമൊക്കെ വെച്ച് ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസർ നിങ്ങളുടെ ഓർക്കിഡിന് കൊടുക്കുക. ഇത് ഞാൻ മുന്നേ കാണിച്ച കിങ് ഡ്രാഗൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് കേട്ടോ. ഞാൻ മുന്നേ ഒരുപാട് വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഫ്ലവറിൻ്റെ ഒരു ഭംഗി പറഞ്ഞതുകൊണ്ട് ഒന്നുകൂടി ഈ വെറൈറ്റി ഒന്നുകൂടി കാണിച്ചെന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതിലെന്തായാലും ഫ്ലവർ ഇല്ല. അപ്പോൾ നമ്മൾ ഫെർട്ടിലൈസറുകളൊക്കെ കൊടുത്തിട്ട് വീണ്ടും ഇതിലും ഉടനെ ഫ്ലവർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഇതുവരെ ഓർക്കിഡ് ചെടികൾ വാങ്ങി പരീക്ഷിച്ച് നോക്കിയിട്ടില്ലാത്തവരെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഓർക്കിഡ് ചെടികളൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ ഒന്ന് വാങ്ങി നോക്കുക. അടുത്തുള്ള നഴ്സറികളിൽ നിന്നോ അതുപോലെ ഓൺലൈനിൽ നിന്നോ ഒരുപാട് സെല്ലേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ പ്ലാന്റ്സുകൾ വാങ്ങി വളർത്താൻ പറ്റിയ ഒരു ടൈമാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ അടുത്ത വീണ്ടും കാണുന്നത് വരേക്കും ബൈ ബൈ.